കോഴിക്കോട് വടകരയിൽ കാരവനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. കണ്ണൂർ ചെറുപുഴ സ്വദേശി ജോയലും മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജുമാണ് മരിച്ചത്. വാഹനത്തിലെ AC-യുടെ വിഷവാതകം ശ്വസിച്ചാണ് മരണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഫോറൻസിക് സംഘം ഇന്ന് പരിശോധന നടത്തും. ഗോകുൽ ചേരുന്നു. ഗോകുൽ, ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ. ഇന്നലെ രാത്രി 8:30 കൂടിയിട്ടാണ് വടകരയിൽ ദേശീയപാതയ്ക്ക് സമീപം ഒരു കാരവാനിൽ 2 മൃതദേഹങ്ങൾ നാട്ടുകാർ കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയും പോലീസ് അവിടെ പരിശോധനയും ഒക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ മലപ്പുറത്ത് നിന്ന് കണ്ണൂരിൽ ഒരു വിവാഹ സംഘത്തെ ഇറക്കിയതിനു ശേഷം തിരിച്ചു വരുന്ന കാരവാൻ വാനാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മലപ്പുറം എരമംഗലം സ്വദേശി നാസറിന്റെ പേരുള്ള വാഹനമാണ് വടകരയിൽ ഈ രീതിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. 2 പേരാണ് മരിച്ചിട്ടുള്ളത്. ഡ്രൈവറായിട്ടുള്ള മനോജും സഹായിയായിട്ടുള്ള ജോയലുമാണ് മരിച്ചിട്ടുള്ളത്. മനോജ് മലപ്പുറം സ്വദേശിയാണ്, ജോയല് കണ്ണൂർ ചെറുപുഴ സ്വദേശിയാണ്. ഇവരുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വ്യക്തതയില്ലെങ്കിൽ കൂടിയും പോലീസ് നൽകുന്ന പ്രാഥമിക നിഗമനം ഇവർ തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി നിർത്തി AC ഓണാക്കി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് AC ലീക്കായി വാതക ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് വിഷവാതകം ശ്വസിച്ചായിരിക്കാം ഇവരുടെ മരണം സംഭവിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇവരുടെ മൃതദേഹം ഇപ്പോഴും വാഹനത്തിൽ തന്നെയാണ് ഉള്ളത്. ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും, ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മാറ്റുക. മലപ്പുറം ആസ്ഥാനമായിട്ടുള്ള ഫ്രണ്ട് ലൈൻ ഏജൻസിയുടേതാണ് ഈ വാഹനം. ഇവർ ഇത്തരത്തിൽ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വാഹനം വിട്ടുകൊടുക്കുകയും മറ്റും ചെയ്യുന്നതാണ്. ഞായറാഴ്ച ഈ ഞായറാഴ്ച രാത്രിയോട് കൂടിയിട്ട് ഈ മനോജ് എന്ന് പറയുന്ന കാരവാന്റെ ഡ്രൈവർ തന്റെ ഉടമയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച രാത്രി വിളിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്കും വിളിച്ചിട്ട് ഈ മനോജ് ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ഈ വാഹനത്തിന്റെ കാരവാന്റെ ഉടമ വടകരയിൽ തന്നെയുള്ള, കോഴിക്കോട് തന്നെയുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു സഹായിയെ വിളിപ്പിച്ച് ഈ മനോജിന്റെ GPS ലൊക്കേഷൻ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കാരവാൻ ഇത്തരത്തിൽ വടകരയിൽ ദേശീയപാതയ്ക്ക് സമീപം നിർത്തിയിട്ടതായി കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് ഈ ഉടമയുടെ സുഹൃത്ത് ഈ വാഹനത്തിൽ പരിശോധന നടത്തുകയും നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പരിശോധന നടത്തുകയും ചെയ്ത സമയത്ത് ഈ വാഹനത്തിന്റെ ഡോറിൽ ജോയലും അതിൻ്റെ അകത്ത് സ്റ്റെപ്പിന്റെ ഭാഗത്ത് ജോയലും വാഹനത്തിന്റെ അകത്ത് മനോജും മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് വടകര പോലീസൊക്കെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. കണ്ണൂരിൽ ഇറക്കിയതിനു ശേഷം തിരിച്ച് മലപ്പുറം എടപ്പാളേക്ക് വരികയായിരുന്നു. നേരായ രീതിയിൽ വരികയാണെങ്കിൽ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ മലപ്പുറം എടപ്പാളിൽ ഈ വാഹനം തിരിച്ചെത്തേണ്ടതാണ്. അങ്ങനെ എത്താത്തതിനെ തുടർന്നായിരുന്നു ഈ വാഹനത്തിന്റെ ഉടമ ഡ്രൈവറെ ബന്ധപ്പെടുകയും ഫോൺ എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായത്. പിന്നെ GPS ലൊക്കേഷൻ ഉൾപ്പെടെയുള്ളവ നടത്തിയ അന്വേഷണത്തിൽ വാഹനം വടകരയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ ഉടമയുടെ സുഹൃത്തിനെ ബന്ധപ്പെട്ട വാഹനം കണ്ടെത്തിയ സമയത്ത് 2 പേർ വാഹനത്തിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അങ്ങനെ വടകര പോലീസ് അവിടെ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് മരണകാരണം എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല. ഫോറൻസിക് സംഘം അല്പസമയത്തിനകം പ്രദേശത്ത് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്യും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൊടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിഷയത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചും പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം ഉണ്ടാകും. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.